കലാപരമായിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്ക് അല്ലേ? അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നമ്മളെ ചാനലിൽ ഒരുപാട് യാത്രകളൊക്കെ അല്ലേ, അതൊക്കെ കാണണം അല്ലേ? പിന്നെ ഒരുപാട് സ്നാക്ക് ഉണ്ട്, ബിരിയാണികൾ ഉണ്ട്, റൈസ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിൽ നമ്മളെ ആട്ടപ്പൊടി 1 കപ്പ് ആട്ട ഇട്ടിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാനൊരു 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് നല്ലോണം ഓരോ ആട്ടക്ക് ഓരോ വെള്ളത്തിന്റെ അളവാണ് വരിക. നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന അതേ രൂപത്തിൽ കുഴച്ചിട്ട് ഏകദേശം 1 മണിക്കൂർ അവിടെ കുഴച്ച് അടച്ചു വെക്കുക. ഇതൊരു മസാലയാണ്. ബീഫും മല്ലിയിലയും പിന്നെ പൊട്ടറ്റോ ഉള്ളതാണ്. അത് ഞാനൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം അരച്ചെടുത്ത അതാണിത്. ഉള്ളിയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഇത് ജസ്റ്റ് വേവിച്ചത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താണ് ഞാൻ. അപ്പൊ ഞാൻ ചപ്പാത്തിന്റെ ആ കുഴയുള്ള അത് 2 പീസാക്കിയിട്ടുണ്ട്. നമുക്ക് 2 ഇത് റൗണ്ടായിട്ടുള്ള സാധനം വേണം. അപ്പൊ നമുക്ക് ആദ്യം ഞാൻ ഒന്ന് പരത്തിയിട്ട് അതിനെ നേരെ സർക്കിളൊക്കെ ആക്കിയിട്ട് ഒന്നായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതേപോലെ വേണം. 2 എണ്ണം നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ 2ാമത്തതും കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കലാപരിപാടി കണ്ടോളൂ. ശരിക്കും ഇതിൽ വെറും കിഴങ്ങ് മാത്രം മതി. ഞാൻ കുറച്ച് ബീഫ് വേവിച്ചതുള്ളതുകൊണ്ട് ബീഫും അതിലേക്ക് കൂട്ടി അരച്ചാണ്. കുറച്ച് മല്ലിയിലയും പച്ചമുളകും കുറച്ച് കുരുമുളകും ഇട്ടിട്ട് അത് നല്ലോണം മിക്സിയിൽ അരച്ചെടുത്താണ്. വെറും പൊട്ടറ്റോ മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നല്ലോണം അങ്ങോട്ട് അധികം കട്ടിയില്ലാത്ത മോഡല് കംപ്ലീറ്റ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമുക്ക് ബാക്കിയുള്ള ആ ഒരു പീസും കൂടെ അതിൽ വെക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളതുകൊണ്ടൊന്ന് അമർത്തി കഴിഞ്ഞ ശേഷം നമ്മുടെ പിസ്സ ബ്ലേഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു ഏകദേശം 1.5 ഇഞ്ച് വലുപ്പത്തിൽ അതങ്ങോട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ അതിന്റെ മടക്കലാണ് അതിന്റെ കലാപരമായിട്ടുള്ള ഒരു സംഭവം ഉള്ളത്. അത് അതൊരു നാക്കിൽ ഇതേപോലെ അങ്ങോട്ട് മടക്കി വെക്കുക. അപ്പൊ ശരിക്കും അതിന്റെ എൻഡൊക്കെ ശരിക്കും അങ്ങോട്ട് പ്രസ് ചെയ്യുക. അതുപോലെ നല്ലോണം ടൈറ്റ് ചെയ്യുക. അറ്റത്ത് പിന്നെ മറ്റേ വിരലുകൊണ്ട് ഇതേപോലെ അങ്ങോട്ട് ജാമാക്കി വെക്കുക. ഇപ്പൊ എല്ലാതും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുക. ഞാൻ വേറൊരു സാധനം പൊരിച്ചിരുന്നു, അതിന്റെ ബാക്കിയുള്ള എണ്ണയാണ്. അപ്പൊ ഒന്ന് മൈദപ്പൊടി ആയതുകൊണ്ട് അല്ല ഗോതമ്പൊടി ആയതുകൊണ്ട് കുറച്ചൊരു ഹാർഡ് ഉണ്ടാവും. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക. നല്ല വെറൈറ്റി ആയിട്ടാണ്. നല്ല കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഈ ഒരു കണ്ടാൽ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ച പോലത്തെ ലുക്കായിരിക്കും. വെറുതെ കഴിക്കുക, വേണമെങ്കിൽ കച്ചപ്പ് കൂട്ടി കഴിക്കുക. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാം കാണുങ്ങൾ. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.